അച്ഛനെ മാത്രം കൊണ്ടുപോകാനല്ല പിശാച് വന്നേ, നിന്നെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാ. നിന്റെ കുടുംബം മുഴുവൻ നശിപ്പിച്ച് തകർത്ത് കളയുന്നത് പിശാചിന്റെ ടാർഗറ്റ് ആയിരുന്നു. അമൃത, ഞാനേ നിന്നെ കണ്ടപ്പോ എന്നോട് യേശു പറഞ്ഞേ, നീ ഇന്നൊരു വിടുതൽ പ്രതീക്ഷിച്ച ഇവിടെ വന്നേ. ഇന്ന് രാവിലെ അമൃതയും വിടുവിക്കാൻ പോവാ. നീ ഭയങ്കര സങ്കടത്തിലാ. പോയിരുന്നോ അമ്മ? എന്ത് ചെയ്യുന്നില്ല? അമ്മ പിടിച്ച അമ്മയ്ക്ക് വയ്യ, സുഖമില്ലാത്ത ആളാ. സൗഖ്യാവോ? ചാവുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പേ ഇതിന്റെ പുറകില്ല. ഞാൻ ആരോഗ്യത്തോടൊന്ന് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. പേരെന്തുവാ? ചേച്ചി, ഇന്ന് രാവിലെ കർത്താവ് ഒരു സൗഖ്യം തരും. നിന്റെ കണ്ണടയുന്നതിന് മുൻപ് നിന്റെ കുഞ്ഞിന്റെ വിടുതൽ നീ കാണാൻ പോവാ. ഇന്ന് രാവിലത്തെ ആരാധനയിൽ നിന്റെ വീട്ടിലേക്ക് യേശു ഇറങ്ങി വരാൻ പോവാ. കൈയടിച്ചു വിളിക്കാവുന്ന ആളുകൾ ഒരുമിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച ദൈവത്തിന് ഇന്ന് രാവിലെ ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന. അമൃത, ഞാനേ നിന്നെ കണ്ടപ്പോ എന്നോട് യേശു പറഞ്ഞേ, നീ ഇന്നൊരു വിടുതൽ പ്രതീക്ഷിച്ച ഇവിടെ വന്നേ. ഇന്ന് രാവിലെ അമൃതയും വിടുവിക്കാൻ പോവാ. 24 വയസ്സുള്ള അമൃതയുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം നീളാൻ പോവാ. ഇവിടെ ശരീരത്തിൽ ഒരു അസുഖമുണ്ട്. ഈ രാവിലത്തെ ആരാധനയെ സൗഖ്യമാകുക. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ചേ. എത്ര വർഷം കൊണ്ട് നിനക്ക് ഈ ശ്വാസമുട്ടലിന്റെ അസുഖമുണ്ട്? വളരെ കുഞ്ഞിലേ ഉണ്ട്. പഫ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാ. മരിക്കുന്ന വെപ്രാളമാ നിനക്ക്. നിന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. അച്ഛനില്ലാതെ നിന്റെ കൂടെ നിന്ന അമ്മയാ. മരിക്കുന്നതിന് മുമ്പ് നിന്റെ അമ്മയുടെ ഒരു സൗഖ്യം കാണണം. നിന്റെ അമ്മയ്ക്ക് നിന്റെ ഒരു അത്ഭുതം കാണണം. ഇതാ നിന്റെ മനസ്സിന്റെ ആഗ്രഹം. ദൈവം എന്നോടൊരു ദൂത് പറയുക. നീ താമസിക്കുന്ന വീട്ടിലേക്ക് ഇന്ന് രാവിലെ യേശു ഇറങ്ങി വരാൻ പോവാ. കുഞ്ഞെ, നിന്നെ സൗഖ്യമാക്കാൻ പോവാ ദൈവം. മക്കളെ, നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നിന്റെ അസുഖം ഇന്ന് മാറും. നിന്നെ പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യമാകും. നീ താമസിക്കുന്ന ആ വീടില്ലേ, അതിനകത്ത് പാമ്പിനോട് ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. അതിന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു ആധിപത്യ. കർത്താവ് എന്നോട് പറഞ്ഞത്, നിന്റെ അച്ഛനെ മാത്രം കൊണ്ടുപോകാനല്ല പിശാച് വന്നേ, നിന്നെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയാ. നിന്റെ കുടുംബം മുഴുവൻ നശിപ്പിച്ച് തകർത്ത് കളയുന്നത് പിശാചിന്റെ ടാർഗറ്റ് ആയിരുന്നു. പക്ഷെ ദൈവം എന്നോട് പറയുക, നിന്റെ അമ്മയും നിന്നെയും ജീവനോടെ വെച്ചത് ആ ദേശത്തൊരു ദൈവത്തിന്റെ സാക്ഷിയാകാൻ വേണ്ട. നിങ്ങളെക്കുറിച്ചൊരു ദൈവത്തിന് പദ്ധതിയുണ്ട്. സഭയൊന്ന് കൈയടിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ രാവിലെ ആ നാമത്തെ ഒരുമിച്ചൊന്ന് വിളിച്ച് പ്രിയരെ, ഈ അമൃത ഇന്ന് രാവിലെ വിടുവിക്കപ്പെടാൻ പോവാ. നമ്മൾ തമ്മിൽ ആദ്യം കാണുകയല്ലേ? ഇതൊന്നും എനിക്കറിയില്ല. എന്നോട് കർത്താവ് പറയുവാ, നിങ്ങളൊന്ന് എനിക്ക് ഫോണിൽ കൂടെ മൈക്കിൽ കൂടെ പറയാൻ പറ്റുന്നത് ഞാൻ ഉറക്കെ പറയുക, പറയാൻ പറ്റാത്തതൊക്കെ അവരോട് വ്യക്തിപരമായിട്ട് പറയുക. മക്കളെ, ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞതും അല്ലാതെ പറയുന്നതിനല്ല ഇന്ന് വിടുതലുണ്ടാകാൻ പോവാ. അവിടുന്ന് ഒരു പോരാട്ടം കയറി വരുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു പോരാട്ടം ഉണ്ട്. സഭയൊന്ന് കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് ഈ രാവിലെ ദൈവത്തിന് ഒന്ന് നന്ദി പറയാൻ പറ്റുന്ന എല്ലാരും കൂടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. അടമേ റമപ്രബലക സന്ദരാധന രേതമനഘടക ശൈഡമനഘടകസിയ. കുഞ്ഞൻ, ഞാൻ നിന്നോട് പ്രവചനം പറയുക, നീ ഇന്ന് സൗഖ്യം. ഇനിയും ആ ഗുളികയൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല.
യേശുവിന്റെ സൗഖ്യം നിന്റെ മേലുണ്ടാകും. 2, നിന്റെ അച്ഛൻ മരിച്ച പോലെ പെട്ടെന്ന് നീ മരിക്കത്തില്ല. ദൈവം നിനക്ക് സൗഖ്യം തരും, നിന്റെ ആയുസ് നീട്ടിയിടും. ഒരു ദൂതും കൂടെ, നിന്റെ അമ്മയെ ദൈവം സൗഖ്യമാക്കും. നിന്റെ അമ്മ നിന്റെ തലമുറ കൈകൊണ്ട് കൺകുളിർക്കെ എടുക്കും. നിന്റെ ജീവിതം മുഴുവൻ ഇന്ന് രാവിലെ മാറും. തുല്യം ചൊല്ലാ